കർക്കിടക വാവു ബലി വീട്ടിൽ വെച്ച് ചെയ്യാം. കുറച്ച് എളുപ്പമായ രീതിയിൽ പറയാം. ബലിക്ക് വേണ്ട ദ്രവ്യങ്ങൾ: വാഴയില, തൂഷണില 2 എള്ള്, ഉണക്കലരി, ചന്ദനം അരച്ചത്, ഇല്ല എങ്കിൽ കളബക്കട്ട, ചെറുകൂട ഇല്ലെങ്കിൽ തുളസിയില, കിണ്ടി 1, നിലവിളക്ക് 1, നെയ്, ദർഭപ്പുല്ല് കുറച്ച്, 2 അഗ്രമുള്ളത് പവിത്രം കെട്ടുന്നതിന്, ബാക്കി അഗ്രമുള്ളത് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം ചാണളന്ന് മുറിച്ചു വയ്ക്കുക. എണ്ണ, വിളക്കുതിരി, സ്റ്റീൽ ഓടങ്ങൾ, 3 സ്റ്റീൽ ടവറ പോലുള്ള ചെറുപാത്രങ്ങൾ, 2 ഒന്നിൽ ചന്ദനവും മറ്റേതിൽ എള്ളും വെക്കുക. വലുതിൽ ഉണക്കലരി, എള്ള്, നെയ്യ് ചേർത്ത് വെക്കുന്നതിന് ഉണക്കലരി ചോറ് വെക്കാനാകുമെങ്കിൽ അത് എള്ള്, നെയ്യ് ചേർത്ത് വെക്കുക. നെല്ല് കുറച്ച്, ചാണകം കിട്ടുന്ന മുറയ്ക്ക് 1 നെല്ലിക്ക വലുപ്പം. ബലിയിടുന്ന ദിനത്തിന്റെ തലേ ദിവസം ഒരിക്കൽ നോമ്പ് നോക്കുക, എന്ന് വെച്ചാൽ 1 നേരം അരിയാഹാരം ഭക്ഷിക്കുക. ഒരിക്കൽ എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്നാൽ നാം ചെയ്യാൻ പോകുന്ന സത്കർമ്മത്തിനായിക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കി എടുക്കുക. മനഃശുദ്ധി, ശരീരശുദ്ധി, ഭക്ഷണശുദ്ധി ഇവ 3ഉം ചേർന്നതാണ് ഒരിക്കൽ നോയമ്പെടുക്കുക എന്നതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. മനഃശുദ്ധി എന്നാൽ മനസ്സിനെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ്. അശുഭ ചിന്തകൾ മാറി ഈശ്വരീയ ചിന്തകൾ മനസ്സിൽ നടക്കുക. ശരീരശുദ്ധി എന്നാൽ മലമൂത്രാദി വിസർജനം കഴിഞ്ഞാൽ ശൗചം ചെയ്യുക, 2 നേരമുള്ള സ്നാനം എന്നിങ്ങനെ. ഭക്ഷണശുദ്ധി: തലേ ദിനത്തെ ആഹാരം ഉപയോഗിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ, മത്സ്യ മാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക. ഇവയാണ് തലേ ദിവസം ഒരിക്കൽ ആചരിക്കേണ്ട ചിട്ടകൾ. ദേവകർമ്മം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ഭക്തിയും വേണ്ടത് പിതൃകർമ്മത്തിന് വേണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. പിതൃശാപം, പിതൃകടം, പിതൃദുരിതം എന്നൊക്കെ പറയപ്പെടുന്ന നമ്മളിൽ കാണപ്പെടുന്നത് മരണാനന്തര ചടങ്ങുകൾ, ശ്രാദ്ധം എന്നീ ചടങ്ങുകൾ ലോപം വരുമ്പോഴാണ്. ഏതൊരു സമയത്തും പിതൃക്കളുടെ അനുഗ്രഹം എന്നും നിലനിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ബലി ദിവസം കുളിച്ചു വന്ന് ഇരുന്നാൽ ഈരനടുത്താണ് വേണ്ടത്. തെക്ക് ദിക്കിലേക്കാണ് ഇരിക്കേണ്ടതെന്നും കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും. വിളക്ക് കൊളുത്തി തൂഷനിലയിൽ 1 ബലിക്ക് വേണ്ട ഒരുക്കങ്ങൾ: ദർഭപ്പുല്ല്, എള്ള്, തുളസിയില, അക്ഷതം, നെല്ലരി കൂട്ടിച്ചേർത്തത് എന്നിങ്ങനെ ഉള്ളവ എടുത്ത് വെക്കുക. 1 ഡവറയിൽ ഉണക്കലരി, എള്ള്, നെയ്യ് എന്നിവ മിശ്രിതമാക്കി കൂട്ടിയിളക്കി വെക്കുക. ഉണക്കലരി വേവിച്ച് ചോറാക്കി പിണ്ടം വയ്ക്കാനാകുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ മുകളിൽ പറയുന്ന വിധം ചെയ്യുക. കിണ്ടിയിൽ വെള്ളം നിറച്ച് മുമ്പിൽ വയ്ക്കുക. 1 ഓടത്തിൽ ചന്ദനം അരച്ചത് കിണ്ടിക്ക് തൊട്ടടുത്തായി വയ്ക്കുക. വലത്തെ ഇലയുടെ ബലിദ്രവ്യങ്ങൾ ഒരുക്കി വെച്ചതിന്റെ ഇടതുഭാഗത്തായി നമ്മുടെ മുമ്പിലായി മറ്റേ തൂഷണിയില എടുത്ത് വയ്ക്കുക. കുറച്ച് പൂവ്, തുളസിയില, ചന്ദനം, അക്ഷതം കൂട്ടിയെടുത്ത് കിണ്ടിയിൽ സപ്തനദികളെ, പുണ്യനദികൾ ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കിണ്ടിയിലിടുക. കിണ്ടിയുടെ വാലിലൂടെ കുറച്ച് വെള്ളമെടുത്ത് മുമ്പിലെ തൂഷനിലയിൽ ബലിദ്രവ്യങ്ങൾ ഒന്ന് തളിക്കുക. ദർഭപ്പുല്ലിൽ തലയുള്ള 2 എടുത്ത് പവിത്രം കെട്ടി, പവിത്രം വേണ്ടതാണ്, അറിയാത്ത പക്ഷം വേണ്ട, പവിത്രം കെട്ടി വലത്തെ കൈയിന്റെ മോതിരവിരലിട്ടാൽ 1 പൂവ്, അക്ഷതം, കിണ്ടിയിലെ വെള്ളം, ചന്ദനം കുട്ടി വിളക്കിന് മുമ്പിൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണ മന്ത്രം ചൊല്ലി ആരാധിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ദർഭപ്പുല്ലിൽ നിന്ന് കുറച്ച് പുല്ലെടുത്ത് ചാണളന്ന് മുറിച്ച് വെച്ചത് എടുത്ത് കിണ്ടിയിലെ വെള്ളം കൂട്ടി മുമ്പിലെ തൂഷനിലയിൽ വിരിക്കുക. എള്ള് 1 നുള്ളെടുത്ത് കിണ്ടിയിലൂടെ കുറച്ച് വെള്ളം വലത് കൈയിൽ വീഴ്ത്തി ചൂണ്ടുവിരലിലൂടെ വിരിച്ച ദർഭയുടെ മുകളിൽ വീഴ്ത്തുക. പൂവ്, അക്ഷതം, ചന്ദനം, എള്ള് വലത് കിണ്ടിയിലെ വെള്ളം ചേർത്ത് 2 കൈകളിലായി പിടിച്ച് പിതൃലോകത്തു നിന്നും പിതൃക്കളെ നമ്മൾ ചെയ്യുന്ന കർമ്മസ്ഥാനത്ത് വരുന്നതായി മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് മനസ്സിൽ ആവാഹിക്കുക. ശേഷം കൈയിലെ ഗന്ധപുഷ്പാക്ഷതങ്ങൾ ആ വിരിച്ച ദർഭയുടെ മുകളിൽ വയ്ക്കുക. ശേഷം എള്ള് തൊട്ട് 2 തവണ കിണ്ടിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ചൂണ്ടാനി വിരലിലൂടെ വേണം പിതൃകർമ്മങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ. 3 തവണ ചന്ദനം, വീണ്ടും 3 വെള്ളം, 3 പൂവ്, വീണ്ടും 3 വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വലത് കൈയിൽ ഉണക്കലരി എടുത്ത് നെയ്യ് ചേർത്തെടുത്ത് വെച്ച് അതിന്റെ പൂവ്, എള്ള്, കിണ്ടിയിലെ വെള്ളം, ചന്ദനം ചേർത്ത് പിതാവിനെ മനസ്സിൽ സ്മരിച്ച സാർദ്ധമവംശ ദിയാപ്രണാം തൃപ്തരം ഇതം പിണ്ടം സമർപ്പയാമി എന്ന് 3 തവണ ചൊല്ലി പ്രാർത്ഥിച്ച മുമ്പിലെ ഇലയുടെ ദർഭയുടെ മുകളിൽ വയ്ക്കുക. പിതാവിനെ ആവാഹിച്ച് പൂജിച്ചു വെച്ചതിന്റെ താഴ്ഭാഗത്താണ് പിണ്ടം വെക്കേണ്ടത്. ശേഷം തൊഴുത് പ്രാർത്ഥിച്ച കൈ കഴുകി എള്ള് തൊട്ട 3 വെള്ളം, 3 ചന്ദനം, വീണ്ടും 3 വെള്ളം, 3 പൂവ്, 3 വെള്ളം പിണ്ടത്തിൽ വീഴ്ത്തുക. ശേഷം പൂവ്, എള്ള്, അക്ഷതം, വലത് കിണ്ടിയിലെ വെള്ളം, ചന്ദനം കുട്ടി ആ പിണ്ടത്തിൽ ആരാധിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് പിണ്ടം വെച്ച് ഇലയും വിളക്കുമുട്ടാകെ പ്രദക്ഷിണം വെച്ച് തെക്കേ ദിക്കിലേക്ക് നോക്കി പിതൃക്കളെ സ്മരിച്ച സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല. ശേഷം യഥാസ്ഥാനത്ത് വന്നിരുന്ന പൂവ്, അക്ഷതം, വലത്ത് കിണ്ടിയിലെ വെള്ളം, ചന്ദനം ചേർത്ത് 2 കൈകളിലായി പിടിച്ച് മുമ്പ് എരിയിൽ ആവാഹിച്ചു വെച്ച പിതാവിനെ പിതൃലോകത്തിലേക്ക് മടക്കി അയക്കുന്നെന്ന സങ്കല്പത്തിൽ പ്രാർത്ഥിച്ച് ഉടിഞ്ഞവിടെ ഇടുക.
വീണ്ടും പൂവ്, അക്ഷതം, വലത് കിണ്ടിയിലെ വെള്ളം, ചന്ദനം എന്നിവ എടുത്ത് വിളക്കിന് ചുവട്ടിലായി മഹാവിഷ്ണുവിനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഓം നമോ നാരായണ മന്ത്രം ചൊല്ലി ആരാധിച്ച് തൊടുക. കിണ്ടിയും മുമ്പിലെ തൂഷനിലയും എടുത്ത് വീടിന്റെ തെക്കു ഭാഗത്തായി മണ്ണ് മാറ്റി ചാണകം കൂട്ടി മെഴുകുക. ചാണകം കിട്ടാത്ത സ്ഥലത്ത് മണ്ണ് മാറ്റി ശുദ്ധജലം വീഴ്ത്തുക. മെഴുകിയ സ്ഥലത്ത് കിണ്ടിയിലെ വെള്ളം വീഴ്ത്തി ബലിദ്രവ്യങ്ങളിലെ ബാക്കി ദർഭപ്പുല്ല് വിരിച്ച് തൂഷനില അതിൽ വയ്ക്കുക. കയ്യിലെ പവിത്രം അഴിച്ചു കളയുക. കൈകൊട്ടി കാക്കകളെ പിണ്ടം ഉണ്ണുന്നതിനായി വിളിക്കുക. നദിക്കരയിലോ കുളക്കടവിലോ ആണ് ബലിയിടാൻ സാധിക്കുന്നതെങ്കിൽ ബലിയിടൽ കഴിഞ്ഞ് ആ ഇലയോടെ നദിയിൽ ഒഴുക്കി മുങ്ങിക്കുളിച്ച് കയറിപ്പോരുക. ശേഷം ചന്ദനമോ ഭസ്മമോ കുറിയിടുക.